നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി സരിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ അദ്ദേഹം ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചു. ഫേസ്ബുക്കിൽ ഏതോ ഒരു കോൺഗ്രസിൻ്റെ അനുഭാവി, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, പാലക്കാട് നിന്നുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ അവരുടെ അനുഭാവിയായ ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിന് എഴുതിയ തുറന്ന കത്തുണ്ട്. ആ തുറന്ന കത്താണ് ശരിക്കും ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, നമുക്കെല്ലാവരും അറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വർഗീയ കക്ഷിയുടെ ആൾ ജയിക്കരുത്, അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ശക്തിയിൽപ്പെട്ട ഒരു നേതാവ് വിജയിക്കരുത് എന്ന് കരുതി കേരളത്തിലുള്ള രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന, അല്ല രാഷ്ട്രീയ കേരളം തന്നെ നോക്കിക്കൊണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021 പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ്. അതിൽ ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വർഗീയ കക്ഷിയല്ല ജയിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ വർഗീയ കക്ഷി തന്നെ ജയിച്ചു എന്നുള്ളത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പകരം ഒരു ന്യൂനപക്ഷ വർഗീയതയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നേതാവ് ജയിച്ചു എന്ന് വേണം നമ്മളവിടെ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ഈ കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യം തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. ആ ചരിത്രം പോട്ടെ. അവിടെ 2011 രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി നിങ്ങൾ മത്സരിക്കാൻ എത്തുമ്പോൾ നിങ്ങളുടെ യുവത്വത്തിൻ്റെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു, മാറ്റത്തിൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അന്ന് 7403 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് അയച്ചു. അക്കാലത്ത് UDF സർക്കാരായിരുന്നു അധികാരത്തിൽ എന്നതിനാൽ സർക്കാരിൻ്റെ പിന്തുണയോടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചവെന്ന് തെളിയിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു. അതിൻ്റെ ഫലമായി 2016 ഇരട്ടി ഭൂരിപക്ഷത്തോടെ നിങ്ങളെ പാലക്കാട്ടുകാർ വീണ്ടും തെരഞ്ഞെടുത്തു. നിങ്ങളിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം, ഒരു തുടക്കക്കാരനെന്ന നിലയിൽ സ്വയം തെളിയിക്കാനുള്ള അവസരമായി ആദ്യത്തെ കാലാവധിയെ മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളതൊഴിച്ചാൽ പിന്നീട് പാലക്കാടിന് വേണ്ടിയല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ ഭാവിക്കായി നാളെ നിങ്ങൾക്ക് അണിയേണ്ട പല കുപ്പായങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് പ്രവർത്തിച്ചത് എന്ന് ഏറെക്കുറെ വിഷമത്തോടെ പറയട്ടെ. PR വർക്കുകളിലേക്കും സോഷ്യൽ മീഡിയ ഗിമ്മിക്കുകളിലേക്കും നിങ്ങൾ ചുരുങ്ങിപ്പോയി. ഫലമോ പാലക്കാട് വികസന മുരടിപ്പിലേക്ക് കൂപ്പുകുത്തി. 2021 തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ മെട്രോമാൻ ശ്രീധരൻ BJP സ്ഥാനാർത്ഥിയായി പാലക്കാട് വന്നത് നിങ്ങൾക്ക് ഭാഗ്യമായി. വികസന പ്രശ്നങ്ങൾ ചർച്ചയാകാതെ BJP ജയിക്കുമെന്ന ഭീതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത്. രാഷ്ട്രീയ വിദഗ്ധരുടെ അഭിപ്രായം കണക്കിലെടുത്താൽ മതനിരപേക്ഷത ജയിക്കണമെന്ന് ഇടതുപക്ഷം നിലപാടെടുത്തതുകൊണ്ട് മാത്രം നിങ്ങൾ ജയിച്ചു കയറി. കേവലം 3859 വോട്ടുകൾക്ക് രക്ഷപ്പെട്ട നിങ്ങൾ സത്യത്തിൽ അന്ന് പരാജയപ്പെട്ടിരുന്നു ശ്രീ ഷാഫി പറമ്പിൽ. അവിടെ അദ്ദേഹം ശരിക്കും മതേതരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ അത് ജയിക്കണം എന്ന് കരുതിയിട്ടാണ് എങ്കിൽ തന്നെയും ഇവിടെ ഷാഫി പറമ്പിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയുന്ന അത്രയും ഭീകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും മാറാൻ നിങ്ങൾ തയ്യാറായില്ല. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ വടകര മണ്ഡലത്തിലേക്ക് നിങ്ങൾ ചേക്കേറി. അത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാകാം. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരിക്കെ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ നിങ്ങളുടെ താല്പര്യപ്രകാരം മാത്രം ഇവിടെ മത്സരിപ്പിച്ചു. ചാനൽ ചർച്ചകളിലെ സ്പാർക്ക് മാത്രം കണ്ട് ആകർഷിക്കപ്പെട്ട പാലക്കാട്ടെ ജനത അയാളെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. പക്ഷേ അതിന് അധികം വൈകാതെ ഞങ്ങൾക്ക് കനത്ത മറുപടി പറയേണ്ടി വന്നു. കേരളത്തിൽ എവിടെയും പാലക്കാട് MLA എന്ന് കേൾക്കുമ്പോൾ നാടിനെ തന്നെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അയാളുടെ വൃത്തികെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിട്ടും അതൊന്നും പിടിക്കപ്പെടില്ലെന്ന ധാരണയിൽ നിങ്ങൾ അയാളെ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയായിരുന്നു ഉണ്ടായത്. 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ, ഭ്രൂണഹത്യയുടെ പേരിൽ പ്രതിയാക്കപ്പെട്ട ഒരു MLA കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ. ആ ക്രെഡിറ്റ് പാലക്കാടിന് താങ്കൾ ചാർത്തി തന്നു. അവസാനം നാണം കെട്ട് അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നു. ആ കാലത്തെല്ലാം നിങ്ങളുടെ റീലുകൾ സൈലൻ്റ് ആയിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പെൺകുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടി വേദികളിലും സ്കൂളുകളിലും വാതാരാതെ പ്രസംഗിച്ചിരുന്ന നിങ്ങളുടെ വായ ആദ്യമായി നിശബ്ദമായി. നിങ്ങൾ അയാൾക്ക് കവചം തീർക്കുകയായിരുന്നു മിസ്റ്റർ ഷാഫി പറമ്പിൽ. ആ സൈക്കോപാത്ത് മാനിപ്പുലേറ്റ് ചെയ്ത സ്ത്രീകളെ
സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ആരാധകർ നിങ്ങളുടെ മൗനാനുവാദത്തോടെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് കണ്ടിട്ട് അറച്ചുപോയിട്ടുണ്ട്. ആ വാനരക്കൂട്ടത്തിൽ ഞങ്ങളില്ലെന്ന് ലോകത്തോട് 1000 വട്ടം വിളിച്ചു പറയണമെന്ന് തോന്നിയിട്ടുണ്ട് ഓരോ പാലക്കാട്ടുകാർക്കും. യെസ്, വി കെയർ മിസ്റ്റർ ഷാഫി പറമ്പിൽ. ഇങ്ങനെ ഷാഫി പറമ്പിൽ എടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ച്, പാലക്കാടുകാരോട് ചെയ്ത ചതിയെക്കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനിയും അദ്ദേഹം അവിടെ കൊണ്ട് ചാർത്തിപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തോ? 2 വർഷത്തെ MLA കാലാവധിയിൽ രാഹുൽ മാങ്കൂട്ടവും നിങ്ങളുടെ പാത തന്നെയാണ് പിന്തുടർന്നത്. അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ 5 റീലുകൾ എടുക്കുന്ന കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റ് സ്വന്തം പേരിൽ മാറ്റുന്ന ഒരു സതീശൻ കഞ്ഞിക്കുഴി മാത്രമായിരുന്നു അയാൾ. ഒരു കാലത്ത് പ്രമുഖമായിരുന്ന പാലക്കാട് നഗരം വികസന ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത് തോളത്തോട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് കൂടിയാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്മൈൽ പദ്ധതി അതിനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അവിടെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല സിനിമാ താരങ്ങളും അതിൽ വിഡ്ഢിവേഷം കെട്ടി ആടിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇത്? എത്ര സിനിമാ താരങ്ങൾ, അതിലൊരു സിനിമാ താരത്തിൻ്റെ വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിട്ടു പോയതെന്ന് വരെ ഇവിടെ വാർത്ത വന്നതല്ലേ. അപ്പം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും പിന്നെ കത്ത് തുടരുകയാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇന്നും പാലക്കാടൻ തെരുവോരങ്ങളിൽ അയാൾ വിലസുന്നതും വയൻസിലെ കുഞ്ഞുങ്ങളെ വെച്ച് റീൽ ചെയ്യുന്നതും നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ പാലക്കാട്ടിൽ നടക്കുന്ന സാമൂഹിക പരിപാടികളിലെല്ലാം അപ്രതീക്ഷിത അതിഥിയായി കയറി ചെല്ലുന്നതും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അറിയാം ഷാഫി പറമ്പിൽ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ അയാൾ മത്സരിക്കുന്നില്ല എങ്കിലും പാലക്കാട് മണ്ഡലത്തിലെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പരിപാടികൾ മൊത്തം നിയന്ത്രിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ശ്രീ ഷാഫി പറമ്പിൽ. വലിയ വ്യക്തതയുള്ള വാക്കുകളും വ്യക്തതയുള്ള വാചകങ്ങളുമാണ് ഇതിനകത്ത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ അടുത്ത തിരഞ്ഞെടുപ്പ്, ഇനിയുള്ള 5 വർഷം പാലക്കാടിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കേണ്ട സമയമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഒരു പാഠം പഠിച്ചിട്ടും നിങ്ങളുടെ മാത്രം രാഷ്ട്രീയ ലാഭങ്ങൾക്ക്, ഭാവിയിലെ നേട്ടങ്ങൾക്ക് പാലക്കാട്ടിലെ ജനതയെ നിങ്ങൾ വീണ്ടും ഒറ്റുകൊടുക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ ഹൈലി പോളറൈസിംഗ് ആയ ഒരു സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ തയ്യാറായിട്ടും പാലക്കാട്ടെ തന്നെ പ്രാദേശികമായി കോൺഗ്രസിലെ പദവികൾ അലങ്കരിക്കുന്ന യുവ നേതൃത്വമെന്ന് നിങ്ങൾ തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നിരുന്ന ആരെയെങ്കിലും പരിഗണിക്കാതെ സ്വന്തം പാർട്ടിയുടെ തീരുമാനത്തെ വരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് ലോകത്ത് നടക്കുന്ന അനീതികളെ തിരിച്ചറിയാനാകാത്ത, BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്ത, മതേതര മനസ്സുകൾ മുറിപ്പെടുമ്പോൾ അവരോട് ഐക്യപ്പെടാത്ത, നിങ്ങളെപ്പോലെ തന്നെ സത്യസന്ധതയില്ലാത്ത രാഷ്ട്രീയം പയറ്റുന്ന ഒരു സെലിബ്രിറ്റിയെ നിങ്ങൾ പാലക്കാട്ട് കെട്ടിയിറക്കി. കാരണം ഈ മണ്ഡലം നിങ്ങളുടെ കൈവിട്ടു പോകരുതെന്ന ഒറ്റ സ്വാർത്ഥത. തീർന്നില്ല. മതേതര മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യ ബോധമുള്ളവരാണ് പാലക്കാട്ടുകാർ. അവരോട് വികസനത്തെക്കുറിച്ചോ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചോ സംസാരിക്കാതെ ഇത്തവണയും മതത്തിൻ്റെ പേരിൽ ഭീതി പരത്തി വിഭജിച്ച് വോട്ട് നേടാനാണ് നിലവിൽ നിങ്ങളുടെ ശ്രമം, അതായത് ഷാഫി പറമ്പിലിൻ്റെ ശ്രമം. അതിനാണ് നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പാലക്കാട് ഡീൽ എന്ന് വിളിക്കുന്നത്. പിന്നെ എല്ലാം എളുപ്പമാണല്ലോ, അത് വിജയിക്കില്ല പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ. പാലക്കാടിൻ്റെ ചരിത്രം അതല്ല. തികഞ്ഞ ജനാധിപത്യ ബോധമുള്ളവരാണ് ഈ നാട്ടുകാർ. എന്തെങ്കിലും തിരിച്ചറിയപ്പെടാൻ പോകുന്ന ഒരു കപട രാഷ്ട്രീയക്കാരൻ മാത്രമാണ് നിങ്ങൾ. ഒരുപക്ഷേ രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ കൊയ്യാനും അധികാര കസേരകൾ സ്വന്തമാക്കാനും ഇത്തരം തന്ത്രങ്ങൾ ആവശ്യമായിരിക്കാം, അറിയില്ല. അതിൽ നിങ്ങൾ വിജയിച്ചേക്കാം. പക്ഷേ അതിനായി പാലക്കാട്ടെ ജനങ്ങളെ ബലി കൊടുക്കരുത്. ഷാഫി പറമ്പിൽ അഴിച്ചിട്ട ഷർട്ട് ധരിക്കുന്നവനെ പോലും പാലക്കാട് ജയിപ്പിക്കും എന്നാണ് നിങ്ങളുടെ അനുയായികൾ വീമ്പിളക്കുന്നത്. അതിന് പാലക്കാട്ട് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയല്ല ശ്രീ ഷാഫി പറമ്പിൽ. മതേതരത്വവും ജനാധിപത്യ ബോധവുമുള്ള ജനങ്ങളാണ് പാലക്കാടിൻ്റെ പ്രതിനിധിയെ തീരുമാനിക്കുന്നതെന്ന് നിങ്ങളോട് പാലക്കാട് വിളിച്ചു പറയുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വോട്ട് ചെയ്ത നിങ്ങളുടെ നിരവധി ഹൈഫൈകൾ ഏറ്റുവാങ്ങിയ പാലക്കാട്ടെ ഒരു സാധാരണ കോൺഗ്രസ് അനുഭാവി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത്, ഈ ഒരു തുറന്ന കത്ത് ഷാഫി പറമ്പിൽ എഴുതുന്നത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ശരി തന്നെയായിരുന്നു. അതായത് പാലക്കാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ ഷാഫി പറമ്പിൽ സ്വന്തം കുത്തക മണ്ഡലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു.
വർഗീയതയുടെ വിഷവിത്തുകൾ അവിടെ പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന് കുടപിടിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന UDF എന്ന് പറയുന്ന നേതൃത്വം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിന് കുടപിടിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ DCCയിലെ നേതാക്കന്മാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അവരൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ നെഞ്ചേറ്റിക്കൊണ്ട് പുറത്തേറ്റിക്കൊണ്ട് തോളേറ്റിക്കൊണ്ട് നടക്കാൻ ശ്രമിച്ച ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാരുടെ കഥയുണ്ട് പാലക്കാട്ടുകാർക്ക് പറയാൻ. അവിടെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ചെറുക്കപ്പെടും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഈ കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരാളുടെ മാത്രം വികാരമല്ല. പാലക്കാട് ഓരോ മനുഷ്യൻ്റെയും അവിടെ ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ഓരോ യുവ നേതാക്കന്മാരുടെയും ഉള്ളിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണിതെല്ലാം. അതെല്ലാം ഒരു ഘട്ടത്തിൽ ഇതൊരു അണപൊട്ടൽ പോലെ ഒഴുകി വന്നു എന്ന് മാത്രം. ഇതാണ് യഥാർത്ഥ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ്. ഇതാണ് പാലക്കാട്ടിലെ യുവജനത തിരിച്ചറിഞ്ഞ ഒരു ഷാഫി പറമ്പിൽ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ തമസ്കരിക്കേണ്ട ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഇത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.